മക്കളെ, ഇന്നിതാ ഒരു മനോഹരമായിരിക്കുന്ന വചനം ജെറുസലം പ്രയർ ലൈനിലൂടെ നമ്മുടെ കാതുകളിലേക്ക് എത്തുകയാണ്. വചനമാകുന്ന യേശു നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകളാണ്. കുറേ സഹിച്ചവരില്ലേ ഇതിനകത്ത്? കുറേ വേദനിക്കുന്നവരില്ലേ? ഇതാ എല്ലാവർക്കും ഒരു സദ്വാർത്ത. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല. വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. വചനമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. വചനമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി വചനത്തിൽ നിറച്ചു വച്ചിരിക്കുകയാണ്. അത് നമ്മൾ അറിയണം. വചനത്തിന് രോഗങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കും. വചനത്തിന് കടബാധ്യതയിലേക്ക് കടന്നു വരാൻ സാധിക്കും. വചനത്തിന് നമ്മുടെ കണ്ണുനീരിലേക്ക് കടന്നു വരാൻ സാധിക്കും. സുവിശേഷം അഥവാ വചനം ദൈവത്തിൻ്റെ എല്ലാ ശക്തിയും നിറച്ചു വച്ചിരിക്കുന്ന, പ്രത്യേകമായി ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് ഓരോ വചനങ്ങളും. വചനത്തെ ഹൃദയപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. ദൈവം വചനം അയച്ച് സർവരെയും രക്ഷിക്കും. അക്രമവാസനയുള്ളവരെയും ഉപദ്രവകാരികളിലേക്കും അതുപോലെ തന്നെ എല്ലാവിധ ലഹരി വസ്തുക്കളിൽ മുഴുകിയവരിലേക്കും വചനത്തിന് കടന്നു വരാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. എത്രയോ പാപികളാണ്, പരാജിതരെയാണ് വചനം സമുന്നതമായ ശ്രേണികളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. എത്രയോ തഴക്കദോഷങ്ങളിൽ നിന്നാണ് തകർന്ന ജീവിതങ്ങളെ പിടിച്ച് ഉയർത്തിയിട്ടുള്ളത്. വലിയ വലിയ മാഫിയ സംഘങ്ങളെയും ഗുണ്ടാ സംഘങ്ങളെയും കൊലപാതകളെയും മാനസാന്തരപ്പെടുത്താൻ ഒറ്റ വചനം മതി എന്ന് ദൈവമായ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. 365 ദിവസങ്ങളിൽ ഒരു ആത്മാവിനെ രക്ഷിക്കാൻ ഒരു വചനം നിനക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുമോ? ഇതുവരെ തീരുമാനമാണ്. 365 ദിവസത്തിൽ ഓരോ ദിവസവും ഒരു വചനം ഇതാ നിന്റെ വീടിൻ്റെ മുറ്റത്ത്, ഹൃദയത്തിൻ്റെ മുറ്റത്ത്, നിന്റെ കൈവിരൽ തുമ്പിൻ്റെ അറ്റത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് തീരുമാനമെടുത്ത് ഓരോ ദിവസവും ഓരോ ആത്മാവിനെ രക്ഷിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും, നമ്മൾ ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തികളോടും എത്തിച്ചേരുന്നവരിലും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.